അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈലേഴ്സ് തിയറമാണ്. ടൈലേഴ്സ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്ലെയിനിൽ ഒരു സർക്കിൾ സി കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എ ആണ്, റേഡിയസ് ആർ. ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്താണ്, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളതാണ് ടൈലേഴ്സ് തിയറം നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനലറ്റിക് വിത്തിൻ ദ സർക്കിൾ, if a function f of z is analytic within a circle C with its center at z is equal to a. റേഡിയസ് എന്താണ്? ആൻഡ് റേഡിയസ് ആർ. Then at every point z inside C, z inside C, f of z എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ഇസഡ് മൈനസ് എ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ഇസഡ് മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ ഓഫ് എ z minus a raised to n divided by n factorial. ഇതാണ് എഫ് ഓഫ് ഇസഡിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് ടൈലേഴ്സ് തിയറം വഴി കിട്ടുന്നത്. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് ഇസഡ് ബി എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലറ്റിക് ഇൻസൈഡ് എ സർക്കിൾ ഇ ഓഫ് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ, ദെൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ into z minus a divided by 1 factorial f double dash of a into z minus a square divided by 2 factorial plus etc plus f raised to n. ഇത് എഫ് ഡാഷ് എന്ന് എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇത് nth ഡെറിവേറ്റീവ് ഓഫ് എ ഇൻറ്റു ഇസഡ് മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഇവിടെ എഫ് ഓഫ് എ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫാണ് നോക്കുന്നത്, ഈ ഫംഗ്ഷൻ എങ്ങനെ, ഈ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ്. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ 1/z മൈനസ് എന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൺവീനിയൻസിന് വേണ്ടി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അത് കൊടുക്കാതെയും ചെയ്യാം, പക്ഷേ അന്നേരം കൺഫ്യൂഷൻസ് വരാൻ പാടില്ല, ഡയറക്റ്റും ചെയ്തു പോകാം. ഇത് എന്തുകൊണ്ടാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ ചെയ്ത് നോക്കിയാലും സെയിം ആൻസർ തന്നെ വരും. പക്ഷേ ലാസ്റ്റ് ഒന്ന് ഈ ഫോമിലോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എ ആണ്, ഇത് എഫ് ഓഫ് ഇസഡിലോട്ട് ആക്കാൻ വേണ്ടി നമുക്ക് ഈ വാല്യൂ ഈക്വൽ ടു ആയിരിക്കും ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ എഫ് ഓഫ് എയിലായിരിക്കും കിട്ടുന്നത്, നമുക്ക് വേണ്ടത് എഫ് ഓഫ് ഇസഡിലാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് കൊടുക്കേണ്ടി വരും ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഇസഡ്, അങ്ങനെ എ ഈസ് ഈക്വൽ ടു ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇസഡിന് പ്രശ്നം വരും. കാരണം
ഓൾറെഡി എ ഉണ്ട്, അതിന് പകരം ഇസഡ് കൊടുത്തു, അപ്പോൾ ഇസഡ് മൈനസ് ഇസഡ് 0 ആയിപ്പോവും. അതുകൊണ്ട് ഇസഡിന് ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് കൊടുക്കാതെയും ചെയ്യാം, പക്ഷേ ഈ ഫോമിലോട്ട് ലാസ്റ്റ് ഈ ഫോം വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഇസഡ് ആക്കാൻ വേണ്ടി എയ്ക്ക് ഇസഡ് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അന്നേരം എയുടെ വാല്യൂവിന് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വേഷൻ എങ്ങനെ മാറും? എഫ് ഓഫ് എയ്ക്ക് പകരം ഇസഡ്, എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡിന് പകരം ടി ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ, അതായത് ടി മൈനസ് ഇസഡ്, ഇസഡിന് പകരം ടി ഡി ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഈ 1/t മൈനസ് ഇസഡിനെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. ഓൺ സോൾവിങ് 1/t minus z separately, we get 1/t minus z is equal to 1/t. ഇവിടെ ഒരു എ ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുകയും വേണം. 1/t minus a പ്ലസ് എ മൈനസ് ഇസഡ്. ഇനി ഇവിടെ നമുക്ക് ഈ രണ്ട് വാല്യൂസ് ടി മൈനസ് എയും എ മൈനസ് ഇസഡ്, നമുക്കിവിടെ ഇസഡ് മൈനസ് എ ആണ് വേണ്ടത്. അപ്പോൾ അത് തിരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ഒരു മൈനസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഇസഡ് മൈനസ് എന്ന് വരും, തിരിഞ്ഞു വരും. എ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇസഡ് മൈനസ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേ ഒരു ഫോം കിട്ടി. ഇവിടെ ഇസഡ് മൈനസ് എ ആയിരുന്നു ഓൾറെഡി, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോഴത്തേനാണ് ഈ വാല്യൂവിനെ ഇസഡിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അന്നേരമാണ് ഇതിനൊരു ചേഞ്ച് വന്നത്. അത് നമ്മൾ ഡിനോമിനേറ്റർ എടുത്ത് തിരിച്ച് അതിലോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടുന്ന് ടി മൈനസ് എ വീണ്ടും കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/t മൈനസ് എ ഇൻറ്റു 1 മൈനസ് ഇസഡ് മൈനസ് എ ഡിവൈഡ് ബൈ ടി മൈനസ് എ. ഇനി ഈ വാല്യൂ ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ 1/t മൈനസ് എ ഇൻറ്റു 1 മൈനസ് ഇസഡ് മൈനസ് എ ഡിവൈഡ് ബൈ ടി മൈനസ് എ റൈസ് ടു -1. ഇനി ഇതിപ്പോൾ 1 മൈനസ് എക്സ് റൈസ് ടു -1 എന്ന ഫോമിലാണ്. 1 മൈനസ് എക്സ് റൈസ് ടു -1. അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് (1 minus x raised to -1) is 1 minus x raised to -1 is equal to 1 plus x square plus x cube plus etc. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/t minus a into 1 plus z minus a divided by t minus a plus z minus a divided by t minus a the whole square plus z minus a divided by t minus a the whole cube plus etc. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 1 മൈനസ് ഇസഡിനെ സോൾവ് ചെയ്ത വാല്യൂ ആണ്. 1 മൈനസ് ഇസഡിനെ സോൾവ് ചെയ്ത വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. ആ വാല്യൂ തിരിച്ച് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. 1/t മൈനസ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ സി ഈ 1/t മൈനസ് എയിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ നമുക്ക് 1/t മൈനസ് എ പ്ലസ് ഇസഡ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ പ്ലസ്
ഇസഡ് മൈനസ് എ സ്ക്വയർ അവിടെ തന്നെയുണ്ട്, ടി മൈനസ് എ ഒരു ടി മൈനസ് എ അകത്തോട്ട് വരുമ്പോൾ ക്യൂബ് വരും, പ്ലസ് ഇസഡ് മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു 4 പ്ലസ് എക്സെട്ര. പിന്നെ ബാക്കിയുള്ളത് എഫ് ഓഫ് ടി ഡി ടി. ഇനി നമ്മൾ ഈ 1/2π വാല്യൂവും എഫ് ഓഫ് ടി ഡി ടിയും ഇതിൽ ഓരോ ടേംസിനും കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഡി ടി പ്ലസ് 1/2πi ഇൻ്റഗ്രൽ സി ഇസഡ് മൈനസ് എ പുറത്തുണ്ട്, ഈ ഇസഡ് മൈനസ് എനെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഇസഡ് മൈനസ് എ ഇൻറ്റു 1/2πi എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ ഡി ടി പ്ലസ് ഇസഡ് മൈനസ് എ സ്ക്വയർ ഇൻറ്റു 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ക്യൂബ് ഡി ടി പ്ലസ് ഇസഡ് മൈനസ് എ ക്യൂബ് ഇൻറ്റു 1/2πi എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു 4 ഡി ടി. ഇനി ഇതിൽ ഓരോന്നിലും നമ്മളൊരു ഫാക്ടോറിയൽ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ അതെന്തിനാന്ന് പറയാം. ഇതിപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം, 1/2πi ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതാം, എഫ് ഓഫ് ടി ടി മൈനസ് എ ഡി ടി പ്ലസ് ഇസഡ് മൈനസ് എ ഇൻറ്റു 1/2πi. ഇവിടെ നമ്മൾ 1 ഫാക്ടോറിയൽ, ഇവിടെ 1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയലും കൂടി ക്യാൻസലായി പൊക്കോളും. ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ ഡി ടി. അടുത്ത ടൈംസ് പ്ലസ് ഇസഡ് മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ക്യൂബ് ഡി ടി പ്ലസ് ഇസഡ് മൈനസ് എ സ്ക്വയർ ഇസഡ് മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു 4 ഡി ടി പ്ലസ് എക്സെട്ര. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ നിന്ന് എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫ്രം എന്ത് ഡെറിവേറ്റീവ് ഫ്രം എന്ത് ഡെറിവേറ്റീവ് ഓഫ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എഫ് എൻ ഓഫ് എ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ റൈസ് ടു n പ്ലസ് 1 ഡി ഇസഡ്. f റൈസ് ടു n ഓഫ് എ ഈസ് ഇക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ റൈസ് ടു n പ്ലസ് 1 ഡി ഇസഡ്. ഇതാണ് എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫാക്ടോറിയൽ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇത് സീറോ ഫാക്ടോറിയൽ, അതായത് 1 എന്ന് പറയുന്നത് 0 ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ ആണ്, അതായത് ഫംഗ്ഷൻ, ബേസിക് ഫംഗ്ഷൻ തന്നെയാണ്. എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇസഡ് മൈനസ് എ കോൺസ്റ്റൻറ്റ്, ഇസഡ് മൈനസ് എ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ കോൺസ്റ്റൻറ്റ്, ഇത് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi, അതായത് ഇവിടെ എഫ് ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി മൈനസ് എ സ്ക്വയർ. ഇവിടെ ഇസഡിന് വരെ ഇവിടെ ടി വന്നു. അപ്പോൾ
ഇവിടെ ഇസഡിന് പകരം ടി വന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കത് ഈ ഒരു ഫംഗ്ഷനിൽ ഇവിടെ ഇസഡ് വന്നാലും ടി വന്നാലും എഫിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയുടെ ടേംസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ മാറ്റമൊന്നും വരുന്നില്ല. ടി ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഈ സൈഡിലെ ഫംഗ്ഷൻ എന്ത് തന്നെ ആയാലും ഇവിടെ എയുടെ ടേംസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈമിന് നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? എഫ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. സെക്കൻഡ് ടൈമിന് എന്തെഴുതാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എ എഴുതാൻ പറ്റും. തേർഡ് ടൈം എഫ് ഡബിൾ ഡാഷ് ഓഫ് എ, ഇത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ, അങ്ങനെ എക്സെട്രാ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് ഇസഡ് ആണ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എഫ് ഓഫ് എ പ്ലസ് സെക്കൻഡ് ടൈം എന്താണ്? ഇസഡ് മൈനസ് എ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എ പ്ലസ് ഇസഡ് മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ പ്ലസ് എക്സെട്ര എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈം എന്തായിട്ട് വരും? ഇസഡ് മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു എൻ ഓഫ് എ. അപ്പോൾ ഇതാണ് ടൈലേഴ്സ് എക്സ്പാൻഷൻ അല്ലെ ടൈലേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോറൻസ് തിയറമാണ്. ലോറൻസ് തിയറം ടൈലേഴ്സ് തിയറത്തിലും നമുക്ക് എഫ് ഓഫ് ഇസഡിൻ്റെ എക്സ്പാൻഷനാണ് കിട്ടിയത്. അവിടെ ഒരു സർക്കിളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലോറൻസ് തിയറത്തിൽ നമ്മൾ 2 സർക്കിളിനിടയിൽ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നത് C1. ഇതാണ് നമ്മുടെ സർക്കിൾ C1 ഇൻ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. സെക്കൻഡ് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു C2. ഇങ്ങനെ 2 സർക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾസിൻ്റെ ഇടയിൽ ഫോം ആകുന്ന റീജിയനാണ് ആനുലസ് എന്ന് പറയുന്നത്. സോ ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലറ്റിക് ഇൻ എ റീജിയൻ ക്രിയേറ്റഡ് ബൈ 2 സർക്കിൾസ് C1 ആൻഡ് C2, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഈ 2 സർക്കിളിൻ്റെ ഇടയിൽ എന്താണെന്നുള്ളതാണ് നമുക്കിവിടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് എ ആണ്. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R1ഉം സെക്കൻഡ് സർക്കിളിൻ്റെത് R2. അപ്പോൾ ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനലറ്റിക് ഇൻ എ ക്ലോസ്ഡ് റിംഗ്, ഇതാണ് നമ്മൾ റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഏരിയ, ആനുലസ്. ക്ലോസ്ഡ് റിംഗ് ബൗണ്ടഡ് ബൈ 2 കോൺസെൻട്രിക് സർക്കിൾസ്. Concentric circles C1 and C2 of center A and radius എന്താണ്? radius R1 and R2. ഇവിടെ R2 less than R1. If f of z is a function, f of z is analytic in a closed ring bounded by 2 concentric circles C1 and C2 of center A and radius R1 and R2, where R2 is greater than R1, R2 is less than R1. ഇനി if z is any point of annulus, z എന്ന് പറയുന്നത് ഈ സർക്കിൾ ഈ റിങ്ങിലുള്ള ഏതെങ്കിലും പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ if z is any point within the annulus or in the annulus, then
എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ടൈലേഴ്സ് തിയറത്തിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് പാർട്ടായിരുന്നു. ഇതിൽ രണ്ട് പാർട്ടിൻ്റെ സമ്മേഷനായിട്ടാണ്. അവിടെ ഒരു സിംഗിൾ പാർട്ടായിരുന്നു, ഇവിടെ രണ്ട് പാർട്ടിൻ്റെ സമ്മേഷനാണ്. എഫ് ഇസിക്കൽ ടു എൻ സിഗ്മ എൻ ഇസിക്കൽ ടു 0 to infinity എ എൻ ഇസഡ് മൈനസ് എ റൈസ് ടു എൻ പ്ലസ് സിഗ്മ എൻ ഇസിക്കൽ ടു 1 to infinity ബി എൻ ഇസഡ് മൈനസ് എ റൈസ് ടു മൈനസ് എൻ. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് വേരിയബിൾസ് എ എന്നും ബി എന്നും ഉണ്ട്. അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ വേർ എ എൻ ഈസ് ഈക്വൽ ടു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പോലെ 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഇസഡ് മൈനസ് എ ആണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം. ഇവിടെ ടി മൈനസ് എ, അവിടെ ഇസഡ് മൈനസ് എ മാത്രമേ ഉള്ളായിരുന്നു കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിൽ. പക്ഷേ ഇവിടെ ടി മൈനസ് എ റൈസ് ടു എൻ പ്ലസ് 1 ഡി ടി. ഇനി ബി എൻ എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ സി, ഫസ്റ്റ് പാർട്ട് C1 അക്രോസ് ആയിട്ട്, സെക്കൻഡ് പാർട്ട് C2. ബാക്കി സെയിം ആണ്. എഫ് ഓഫ് ടി ടി മൈനസ് എ, ഇവിടെ 1 - n ആണ്, ഇവിടെ n+1 ആണ്, ഇവിടെ 1 - n ഡി ടി. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to infinity, ഇവിടെ 1 to infinity. അപ്പോൾ ഇവിടെ ഓരോ ഇൻ്റഗ്രൽ ഈച്ച് ഇൻ്റഗ്രൽ ഈസ് ടേക്കൺ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈച്ച് ഇൻ്റഗ്രൽ ഈസ് ടേക്കൺ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എ എൻ ഇസഡ് മൈനസ് എ റൈസ് ടു എൻ, ഇവിടെ 0 to infinity ആണ് എന്നിൻ്റെ വാല്യൂ, പ്ലസ് സിഗ്മ ബി എൻ ഇസഡ് മൈനസ് എ റൈസ് ടു മൈനസ് എൻ, ഇവിടെ എൻ എന്ന് പറയുന്നത് 1 to infinity. എ എന്നിൻ്റെ ബി എന്നിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. അത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പോലെയാണ് ഏകദേശം, പവറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻസ് വെച്ചിട്ടാണ്. ഫ്രം കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്നർ റീജിയൻ അല്ലെങ്കിൽ ലാർജർ റീജിയൻ മൈനസ് സ്മോളർ റീജിയൻ ഇന്നർ റീജിയൻ, അതായത് ഔട്ടർ റീജിയൻ മൈനസ് ഇന്നർ റീജിയൻ എന്നാണ് മൾട്ടിപ്പിൾ കണക്റ്റഡ് റീജിയൻ്റെ ഇൻ്റഗ്രൽസ് വരുന്നത്. അതായത് 1/2πi ഇൻ്റഗ്രൽ C1 ഔട്ടർ റീജിയൻ അല്ലെങ്കിൽ ലാർജർ റീജിയൻ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ റൈസ് ടു n പ്ലസ് മൈനസ് 1/2πi ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ്. ഇവിടെ ഈ C1ഉം C2ഉം ആണ് വ്യത്യാസം വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ രണ്ട് ടൈമും സെയിം ആണ്. ഇവിടെയും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ വാല്യൂസ് ഇട്ട് തന്നെ ചെയ്തു പോകാം. ലാസ്റ്റ് ഈ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഈ സെഡിലോട്ട് മാറ്റാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്താൽ മതി. പക്ഷെ അത് നമ്മൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ റീപ്ലേസിങ് എ ടു ഇസഡ്, നമുക്ക് ഇസഡിൻ്റെ ടൈംസിലാണ് വേണ്ടത്, അതുകൊണ്ട് എയിനെ ഇസഡിലോട്ട് മാറ്റി. അന്നേരം എയിനെ ഇസഡിലോട്ട് മാറ്റുമ്പോൾ ഇസഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരും. അപ്പോൾ ഇസഡിന് ഒരു ടെമ്പററി വേരിയബിൾ ടി കൊടുക്കുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എയ്ക്ക് പകരം ഇസഡ്, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഇൻറ്റു ഡി ഇസഡിന് പകരം ടി മൈനസ് 1/2πi ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ
ടി മൈനസ് ഇസഡ് ഡി ടി. ഇനി നോക്കിവിടെ ടി മൈനസ് ഇസഡിന് ഇസഡ് മൈനസ് ടി എന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ സൈൻ മാറും, അതായത് ഒരു മൈനസ് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ വരും 1/2πi ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് ഇസഡ് ഡി ടി പ്ലസ് നേരത്തെ മൈനസ് ആയിരുന്നു അത് പ്ലസ് ആക്കി ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ടി മൈനസ് ഇസഡ് ആയിരുന്നു, ഇസഡ് മൈനസ് ടി ആക്കി ഡി ടി. ഇനി ഇവിടെ നമുക്ക് ഒരു എ മൈനസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നമുക്കിവിടെ വേണ്ട ഇസഡ് മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ ഇസഡ് മൈനസ് എ വരണം. ടി മൈനസ് എ പ്ലസ് എ മൈനസ് ഇസഡ്, ഇവിടെ നിന്ന് ഒരു മൈനസ് എടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞു വരും, പ്ലസ് 1/2πi ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ, ഇത് കറക്റ്റാണ്, പ്ലസ് എ മൈനസ് ടി ഡി ടി. ഇനി ഈ ഓരോ ഡിനോമിനേറ്ററിലെ ടൈംസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ. ഇവിടെ നമുക്ക് വേണ്ടത് ഇസഡ് മൈനസ് എ ആണ്, അപ്പോൾ ഒരു മൈനസ് പുറത്തോട്ടെടുത്താൽ മൈനസ് ഇസഡ് മൈനസ് എ ഡി ടി പ്ലസ് 1/2πi ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ടി ഇസഡ് മൈനസ് എ ഇൻറ്റു പ്ലസ് ഇവിടെ നമ്മൾ മൈനസ് എടുത്തു കഴിഞ്ഞാൽ ടി മൈനസ് എ വരും. അപ്പോൾ ഇവിടെയും ടി മൈനസ് എ ഇവിടെയും ടി മൈനസ് എ ഡി ടി. രണ്ടും ടി മൈനസ് എയും ഇസഡ് മൈനസ് എയും വരാനാണ് നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത്. ഇനി ഇവിടെ നമുക്ക് കോമൺ എടുക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടേംസ് ആണ് നമ്മൾ കോമൺ എടുക്കേണ്ടത്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഇൻറ്റു 1 മൈനസ് ഇസഡ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഇൻറ്റു ഡി ടി പ്ലസ് 1/2πi ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ടി ഇസഡ് മൈനസ് എ. അപ്പോൾ ഇവിടെ കോമൺ എടുക്കുമ്പോഴത്തേനും ഇവിടെ ടി മൈനസ് എ ഉണ്ട്, ഇവിടെ ടി മൈനസ് എ ഉണ്ട്. നമ്മൾ അങ്ങനെ രണ്ടിടത്തും ടി മൈനസ് എ ആയിട്ട് കോമൺ എടുക്കരുത്. ഫസ്റ്റ് ടൈം എന്താണോ അത് കോമൺ എടുക്കണം, എന്നാലേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇനി ഇതേ ഇക്വേഷനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 1/t മൈനസ് എ ഇൻറ്റു 1 മൈനസ് ഇസഡ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു -1 ഡി ടി പ്ലസ് 1/2πi ഇൻ്റഗ്രൽ C2 1/z മൈനസ് എ ഇൻറ്റു 1 മൈനസ് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ റൈസ് ടു -1 എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ ഫസ്റ്റ് I1, ഇവിടെ സെക്കൻഡ് I2. ഇതിന് ഇക്വേഷൻ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1
അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റഗ്രൽസ് ഫോമായി. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ റീഅറേഞ്ച്മെൻറ്റ് ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ന്യൂമറേറ്റർ കൊണ്ടുവന്നു മൈനസ് പവർ കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ കോമൺ എടുത്ത വാല്യൂ ഇവിടെ ഒരു ഫസ്റ്റ് ടൈമിൽ ടി മൈനസ് എയും സെക്കൻഡ് ടൈമിൽ ഇസഡ് മൈനസ് എയും ആണ് കോമൺ എടുത്തത്. കാരണം നമുക്കിവിടെ എ എന്നിൻ്റെ ബി എന്നിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണ്. അതായത് ഒരു വാല്യൂ എൻ പ്ലസ് ടി മൈനസ് എ എൻ പ്ലസ് വണ്ണും ഒരു വാല്യൂ 1 - n-ഉമാണ്. ഇത് ന്യൂമറേറ്ററിൽ പോയി കഴിഞ്ഞാൽ ടി മൈനസ് എ എൻ മൈനസ് വൺ എന്ന് വരും. അപ്പോൾ ആ ഒരു പവറിൻ്റെ ഡിഫറൻസാണ് ഈ എ എന്നും ബി എന്നും തമ്മിൽ വരുന്നത്. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. ആ ഡിഫറൻസ് വരുന്നതിന് കാരണം ഈ കോമൺ എടുത്തതാണ്. 1/t മൈനസ് എയും 1/z മൈനസ് എയും കോമൺ എടുത്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. അത് വരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ എടുത്തത്. മാറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് വരത്തില്ല. രണ്ടിടത്തും ടി മൈനസ് എ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. ഇനി ഈ ഇൻ്റഗ്രൽസിനെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. I1 എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 1/t മൈനസ് എ ഇൻറ്റു 1 - z മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു -1 dt f of t dt. ഇനി ഇവിടെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ടൈമിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I1 എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C1 1/t മൈനസ് എ ഇൻറ്റു 1 + x z മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ പ്ലസ് z മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ പ്ലസ് z minus a divided by t minus a cube plus etc. f of t dt. ഇനി ഇവിടെ ഈ 1/t മൈനസ് എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I1 എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C ഇൻറ്റു 1/t മൈനസ് എ പ്ലസ് z മൈനസ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ പ്ലസ് z മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ക്യൂബ്. സ്ക്വയർ ഓൾറെഡി ഉണ്ട്, ഒരെണ്ണം കൂടി വന്നപ്പോൾ ക്യൂബായി പ്ലസ് z മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു 4 പ്ലസ് എക്സെട്ര f of t dt. ഇനി ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ I1 എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ C f of t ഡിവൈഡഡ് ബൈ ടി മൈനസ് എ dt പ്ലസ് 1/2πi ഇൻ്റഗ്രൽ C z മൈനസ് എ f of t ഡിവൈഡഡ് ബൈ ടി മൈനസ് എ സ്ക്വയർ ഡി ടി പ്ലസ് ഈ z മൈനസ് എയുടെ ടൈംസ് പുറത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ z മൈനസ് എ സ്ക്വയർ ഇൻറ്റു 1/2πi ഇൻ്റഗ്രൽ C f of t ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ദ ഹോൾ ക്യൂബ് ഡി ടി പ്ലസ് z മൈനസ് എ ക്യൂബ് ഇൻറ്റു 1/2πi ഇൻ്റഗ്രൽ C f of t
ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു 4 ഡി ടി പ്ലസ് എക്സെട്ര. ഇനി ഇതിൻ്റെ സിഗ്മ എടുത്ത് എഴുതി കഴിഞ്ഞാൽ സിഗ്മ എൻ ഈസ് ഈക്വൽ ടു എവിടം തൊട്ട് എവിടം വരെ എന്നുള്ളത് നിൽക്കട്ടെ, ഇൻഫിനിറ്റി ആണ്. ഫസ്റ്റ് ഇവിടെയുള്ള ടേംസ് എന്ന് പറയുന്നത് ഇസഡ് മൈനസ് എ ആണ്, പക്ഷേ അത് ഇവിടെ ഇല്ല. അപ്പോൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളിവിടെ ഇസഡ് മൈനസ് എ എഴുതാൻ വിട്ടുപോരുത്. ഇത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇസഡ് മൈനസ് എ റൈസ് ടു 0, അതായത് 1 ആണ് ഇവിടെ ഉള്ളത്. ഇസഡ് മൈനസ് എ ബാക്കി എല്ലാ ടേംസിലും ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇസഡ് മൈനസ് എ റൈസ് ടു എൻ. ഇനി അതവിടെ നിൽക്കട്ടെ. എന്നിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം ഇൻറ്റു 1/2π ഐ ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് എ റൈസ് ടു പവർ ഉണ്ട് ഡി ടി. അവിടെയാണ് എന്നിൻ്റെ ടേംസ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എൻ ആണോ കൊടുക്കേണ്ടത്, n+1 ആണോ n-1 ആണോ, അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഇസഡ് മൈനസ് എ റൈസ് ടു 0 1 ആണ് വരുന്നത്. ഇവിടെ ഇസഡ് മൈനസ് എ റൈസ് ടു 1. അതേസമയം ഇവിടെ ടി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ 0 ഇസഡ് മൈനസ് എ 0 വരുമ്പോൾ ഇവിടെ 1 വന്നു. അപ്പോൾ ഇവിടെ എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n+1 വന്നു. അടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n+1, അതായത് 1+1 2 വരും. അപ്പോൾ നമ്മൾ ഇവിടെ എന്നിന് 0 to ഇൻഫിനിറ്റിയും ഇവിടെ എന്നും ഇവിടെ n+1 കൊടുക്കുമ്പോഴത്തേനും ഈ ഫോം കറക്റ്റ് ആകുന്നുണ്ട്. ഇനി ഈ വാല്യൂവിനെയാണ് നമുക്ക് എ എൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I1 എന്ന് പറയുന്നത് സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ എൻ ഇസഡ് മൈനസ് എ റൈസ് ടു എൻ എന്നെഴുതാം. ഇതിനെയാണ് ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ I2 എന്ന് പറയുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് ഇൻ്റഗ്രലാണ്. ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1/2π I ഇൻ്റഗ്രൽ സി ടു 1/z മൈനസ് എ ഇൻറ്റു 1 മൈനസ് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ റൈസ് ടു -1 എഫ് ഓഫ് ടി ഡി ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇനി എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈനോമിയൽ തിയറം പ്രകാരം നമുക്ക് എന്താണ് 1 മൈനസ് എക്സ് റൈസ് ടു -1 എന്ന് പറയുന്നത് 1 + x + x² + x³ + എക്സെട്ര. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും I2 എന്ന് പറയുന്നത് 1/2π I ഇൻ്റഗ്രൽ സി ടു 1/z മൈനസ് എ ഇൻറ്റു 1 + ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ സ്ക്വയർ പ്ലസ് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ക്യൂബ് പ്ലസ് എക്സെട്ര എഫ് ഓഫ് ടി ഡി ടി. ഇനി ഈ 1/z മൈനസ് എ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേംസിന് ഈ 1/2π ഐയും 1 മൈനസ് ഇസഡും ഇസഡ് മൈനസ് എയും എഫ് ഓഫ് ടി ഡി ടിയും അത് ഓരോ ടേംസിനും കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് 1/z മൈനസ് എ ഫസ്റ്റ് ടേം ഇൻറ്റു 1/2π ഐ ഇൻ്റഗ്രൽ സി ടു എഫ് ഓഫ് ടി ഡി ടി. എന്തുകൊണ്ടാണ് ഇവിടെ 1 ആയതുകൊണ്ട്. ഇനി അടുത്ത ടൈം എന്ന് പറയുന്നത് 1/z മൈനസ് എ ഇൻറ്റു 1/z മൈനസ് എ 1/z മൈനസ് എ സ്ക്വയർ ഇൻറ്റു 1/2π ഐ ഇൻറ്റു 1/2π ഐ ഇൻ്റഗ്രൽ സി ടു എഫ് ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എ ഇൻറ്റു ഡി ടി. ഇനി ഇതുപോലെ തന്നെ 1/z മൈനസ് എ സ്ക്വയർ 1/z മൈനസ് എ ക്യൂബ് ഇൻറ്റു 1/2π ഐ ഇൻ്റഗ്രൽ സി ടു ഇവിടെ C2 ആണ്. അപ്പോൾ നേരത്തെ ഉള്ളിടത്തെല്ലാം C1 ആണ്. ഇനി C2 എഫ് ഓഫ് ടി ടി മൈനസ് എ സ്ക്വയർ ഡി ടി
പ്ലസ് ഇതുപോലെ തന്നെ അടുത്ത ടൈം എന്ന് പറയുന്നത് 1/z മൈനസ് a റൈസ് ടു 4 ഇൻറ്റു 1/2πi ഇൻ്റഗ്രൽ c ടു f ഓഫ് t ഇൻറ്റു t മൈനസ് a ക്യൂബ് ഡി ടി പ്ലസ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് സിഗ്മ i2 എന്ന് പറയുന്നത് സിഗ്മ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/z മൈനസ് എ ഉണ്ട്, അതിന് പവറുണ്ട്. അത് കഴിഞ്ഞ് 1/2πi ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് n എവിടം തൊട്ട് എവിടം വരെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ സിഗ്മയിൽ എഴുതാൻ നേരത്ത് 1/z മൈനസ് എ ഇൻറ്റു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ c ടു എഫ് ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എ, അതിനൊരു പവറുണ്ട്, ഇതിനും പവറുണ്ട്, ഇതിനും പവറുണ്ട്, ഡി ടി. ഇത്രയാണ് നമുക്കിവിടെ ഉള്ളത്. 1/z മൈനസ് എ, z മൈനസ് എക്ക് പവറുണ്ട്, 1 തൊട്ടാണ് തുടങ്ങുന്നത്, 0 ഇവിടെ ഇതുവരെ ഇല്ല. 1/2πi എഫ് ഓഫ് ടി ഡി ടി. ഡി ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടി മൈനസ് എ റൈസ് ടു 0 ആണ്, ഇവിടെ ടി മൈനസ് എ റൈസ് ടു 1 ആണ്. അപ്പോൾ ഇവിടെ 0 വന്നം ഫസ്റ്റ്, ഇവിടെ 1 വന്നം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ 0 കൊടുക്കാം, ഇവിടെ n+1ഉം ഇവിടെ n-ഉം കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൊടുത്തിട്ട് ഇവിടെ n-ഉം ഇവിടെ n-1ഉം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ z മൈനസ് എ റൈസ് ടു n-ഉം വരും, ഇവിടെയും z മൈനസ് എ റൈസ് ടു n വരും. അതിന് വേണ്ടിയാണ് n കൊടുത്തത്, n-1 കൊടുക്കാതെ n കൊടുത്തത് അതിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേനും i2 എന്ന് പറയുന്നത് നമുക്ക് ഈ ടേമിന് bn എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ i2 എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ത് വരും, bn 1/z മൈനസ് എ റൈസ് ടു n എന്ത് എഴുതാൻ പറ്റും, z മൈനസ് എ റൈസ് ടു മൈനസ് n. ഇതാണ് 3. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, i1ഉം കിട്ടി i2ഉം കിട്ടി. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും നോക്കാം. 3 ആൻഡ് 2 ഇൻ 1, ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. സിഗ്മ an z മൈനസ് എ റൈസ് ടു n 0 ടു ഇൻഫിനിറ്റി, സിഗ്മ 1 ടു ഇൻഫിനിറ്റി bn z മൈനസ് എ റൈസ് ടു മൈനസ് n. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയതാണ് ഈ വാല്യൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലോറൻസ് തിയറവും